ശ്രീ സി കെ വിദ്യാസാഗറിലേക്ക്. ശ്രീ വിദ്യാസാഗർ, ഇന്ന് പിണറായി വിജയൻ നടത്തിയ പ്രസംഗത്തിൽ ഒരു കാര്യം ഓർമ്മിപ്പിക്കുന്നുണ്ട്. അദ്ദേഹം എല്ലാ ഘട്ടത്തിലും എല്ലാവരും യോജിപ്പിച്ച് ഉയർത്തിക്കൊണ്ടുവരാൻ വ്യക്തിപരമായി ശ്രമിച്ച ആളാണ് എന്ന്. ഈ നായാടി മുതൽ നമ്പൂതിരി വരെ എന്നുള്ളൊരു ഐക്യത്തിനുള്ള ശ്രമം നടന്നിരുന്നല്ലോ, അത് പാതി വഴിയിൽ തകരുകയും ചെയ്തു. അപ്പോൾ അതൊക്കെ ചേർത്തുകൊണ്ടാണ് പിണറായി വിജയൻ വെള്ളാപ്പള്ളിയെ പുകഴ്ത്തിയിരിക്കുന്നത്. അതെങ്ങനെയാണ്, ആ ശ്രമങ്ങൾ ഏത് വഴിയിലാണ് തെറ്റിയത്? അതിൽ NSS തന്നെ പിന്നീട് അതിനോട് യോജിക്കാതെ മാറി നിൽക്കുന്നൊരു ചരിത്രവും ഉണ്ടല്ലോ. ആദ്യം അദ്ദേഹം നായരീഴവ ഐക്യത്തിന് പുറപ്പെട്ടു. നായരീഴവ ഐക്യം എന്ന് പറഞ്ഞിട്ട് കുറച്ചു കാലം അത് ആയിട്ടാണ് നടന്നത്. അത് കഴിഞ്ഞപ്പോഴത്തേക്കും NSSന് മനസ്സിലായി ഇദ്ദേഹത്തിൻ്റെ ഈ ഐക്യം എന്ന് പറയുന്നത് അത് മറ്റൊരു മാരീച വേഷമാണെന്ന് തോന്നിയതുകൊണ്ട് അവരതിൽ നിന്ന് പിന്മാറി. അത് കഴിഞ്ഞ് പിന്നെ അദ്ദേഹം കണ്ടുപിടിച്ചതാണ് നായാടി മുതൽ നമ്പൂതിരി വരെയുള്ളവരുടെ ഐക്യം എന്ന് പറഞ്ഞു. അതിൻ്റെ ഒരു പ്രത്യാഘാതം ഉണ്ടായ ഒരു ഫലം എന്ന് പറയുന്നത് വാസ്തവത്തിൽ ഇഴവ സമുദായത്തിന് ഒരു പരിധിവരെ അത് സാമൂഹ്യമായി അന്നേ വരെ പിന്നോക്ക അധസ്ഥിത വിഭാഗങ്ങൾ SNDP യോഗത്തെ ഒരു തലവണ്ടിയായിട്ടാണ് കണ്ടിരുന്നത്. കേരളത്തിലെ അടിസ്ഥാന വർഗ്ഗങ്ങളുടെ അധസ്ഥിത വർഗ്ഗങ്ങളുടേതായ വിഷയങ്ങൾ ഈഴവരുടെ മാത്രം വിഷയമല്ല, അധസ്ഥിത വിഭാഗങ്ങളുടെ എല്ലാം അവകാശങ്ങൾക്ക് വേണ്ടിയിട്ട് നിലപാടുകൾ സ്വീകരിക്കുകയും പോരാടുകയും ചെയ്യുന്ന ഒരു പ്രസ്ഥാനം എന്ന നിലയിൽ ഉണ്ടായ SNDP യോഗത്തിന് ഒരു ഐഡൻറ്റിറ്റി ഉണ്ടായിരുന്നു. ഈ നായാടി മുതൽ നമ്പൂതിരി വരെയും നായരീഴവ ഐക്യത്തിനും കൂടെ പോയപ്പോൾ സംഭവിച്ചത് ഈ SNDP യോഗത്തെ ഒരു നേതൃസ്ഥാനത്ത് കണ്ട് ഒരു തലവണ്ടിയായി കണ്ടുകൊണ്ട് SNDP യോഗത്തോട് ചേർന്ന് നിന്നിരുന്ന സാമൂഹ്യ വിഭാഗങ്ങളുണ്ടായിരുന്നു. ആ പിന്നോക്ക അധസ്ഥ സാമൂഹ്യ വിഭാഗങ്ങൾ വലിയ അളവിൽ ഈഴവ സമുദായത്തിൽ നിന്നും ഒറ്റപ്പെടുന്നു. SNDP യോഗത്തിൻ്റെ നേതൃത്വത്തിൽ നിന്നും മാറിയിട്ട് അവർ പ്രത്യേകമായിട്ടുള്ള സംഘടനാ സംവിധാനത്തിലൂടെ കൂട്ടായ്മ ഉണ്ടാക്കാൻ ശ്രമിച്ചു, SNDP യോഗത്തെ ഒഴിവാക്കിക്കൊണ്ട്. അപ്പോൾ കക്ഷത്തിൽ ഇരുന്നതുമില്ല, ഉത്തരത്തിൽ നിന്ന് എടുക്കാൻ പോയതുമില്ല എന്ന മട്ടാണ് SNDP യോഗത്തിന് അതുകൊണ്ടുണ്ടായിട്ടുള്ള ഒരു പ്രയോജനം എന്നെനിക്ക് കൃത്യമായിട്ട് പറയാം. ഈ പിന്നോക്ക വിഭാഗങ്ങളുമായിട്ടൊക്കെ നിരന്തരമായിട്ടുള്ള സമ്പർക്കത്തിലും ആ മൂവ്മെൻറ്റിനൊക്കെ വേണ്ടിയിട്ട് കുറച്ച് സമയമല്ലേ ആ കാലത്തും പിന്നീടും ചെലവഴിച്ചിട്ടുള്ള ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് എനിക്ക് നല്ല ബോധ്യമുള്ള ഒരു കാര്യമാണ്. ഇപ്പോൾ ആരാണ് കൂട്ട്? ഇപ്പോൾ പിന്നോക്ക വിഭാഗങ്ങളില്ല, നായാടിയില്ല, നമ്പൂരിയില്ല, പിന്നെ ഉള്ളത് നമുക്കിവിടെ ഉള്ളത് മുസ്ലിം സമൂഹവും ക്രിസ്ത്യൻ സമൂഹവുമാണ്. ആ രണ്ട് സമൂഹങ്ങളെയും സ്ഥാനത്തും അസ്ഥാനത്തും ഇപ്പോൾ ഈ പറയുന്നത് പോലെ വിധത്തിലുള്ള വളരെ മോശപ്പെട്ട രീതിയിലുള്ള പരാമർശങ്ങളിലൂടെ അവരെയും ഏലിനേറ്റ് ചെയ്തു, അന്യവൽക്കരിച്ചിരിക്കുക. ഫലം എന്താണെന്നറിയുമോ? ഒരു സ്ഥാനാർത്ഥിയായിട്ട് പൊതുസമൂഹത്തിനും കൂടെ സ്വീകാര്യമാകുന്ന വ്യക്തിത്വങ്ങൾ SNDP യോഗത്തിൻ്റെ വേദികളിലൂടെ ഉയർന്നു വന്നാൽ മാത്രമേ ഈ കേരളത്തിൻ്റെ രാഷ്ട്രീയ രംഗത്തേക്ക് അവർക്കൊക്കെ പ്രവേശിക്കാനും ചെറുതും വലുതുമായ ഈ ജനാധിപത്യ പ്രക്രിയയിൽ പങ്കെടുത്തുകൊണ്ട് ചെറുതും വലുതുമായ സ്ഥാനങ്ങളിലേക്കൊക്കെ എത്താൻ പറ്റുള്ളൂ. ഇന്നിപ്പോൾ ഒരു ഈഴവ സ്ഥാനാർത്ഥി എവിടെയെങ്കിലും, അത് പഞ്ചായത്തിലായിക്കോട്ടെ, ബ്ലോക്കിലായിക്കോട്ടെ, അസംബ്ലിയിലായിക്കോട്ടെ നിന്ന് മത്സരിച്ചാൽ അയാളെ ഐഡൻറ്റിഫൈ ചെയ്യുന്നത് പെട്ടെന്ന് അത് വെള്ളാപ്പള്ളിയുടെ ആള് എന്ന് പറഞ്ഞാൽ വെള്ളാപ്പള്ളി പ്രതിനിധാനം ചെയ്യുന്ന, വെള്ളാപ്പള്ളി ഉന്നയിക്കപ്പെടുന്ന ദുഷിച്ച ആരോപണങ്ങളുടെ ആ പാടുകൾ, ആ കറ, ആ പുക, ആ നിൽക്കുന്ന മനുഷ്യൻ്റെയും കൂടെ ശുഭ്രതയുള്ള ആളാണെങ്കിൽ പോലും ആ ശുഭ്രതയിൽ കളങ്കമായി മാറ്റുന്ന ഒരവസ്ഥ ഉണ്ടാവുകയാണ്. ഇവിടെ ഒരു മണ്ഡലത്തിൽ പോലും ഈഴവരുടെ മാത്രം വോട്ട് കൊണ്ട് ജയിച്ചു വരാവുന്ന ഒരു കാലാവസ്ഥയല്ല ഉള്ളതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ അങ്ങനെയുള്ള ഈ സമൂഹത്തിൽ, ഈ രാഷ്ട്രീയത്തിൽ ഒക്കെ ഈ സമുദായത്തിന് അർഹമായിട്ടുള്ളൊരു പ്രാതിനിധ്യം കിട്ടുകയും അവരൊക്കെ കുറേയെല്ലാം പേര് ജയിച്ചു വരികയും അധികാര സ്ഥാനങ്ങളിലും ഭരണസ്ഥാനങ്ങളിലും ഒക്കെ എത്തിച്ചേരുകയും ചെയ്യണമെങ്കിൽ പൊതുസമൂഹത്തിന് സ്വീകാര്യമായ വ്യക്തിത്വങ്ങളെ വളർത്തിയെടുക്കാനായിട്ട് SNDP യോഗം പരിശ്രമിക്കണം. ഇതിവിടെ അങ്ങനെയല്ല. പൊതുസമൂഹത്തിൽ നിന്നും ഒറ്റപ്പെടുന്ന വിധം ഈഴവ സമുദായത്തിലെ സാമർഥ്യമുള്ള, പൊതുപ്രവർത്തന ശേഷിയുള്ള, സാമാന്യം നല്ല ഐഡൻറ്റിറ്റിയുള്ള മനുഷ്യരെ പോലും ഇത്തരത്തിലുള്ള ഒരു പുകപടലത്തിൽ പെടുത്തി അതാണ് ഞാൻ മുമ്പ് പറഞ്ഞത്, സ്വയം വേലി കെട്ടി
പൊതുസമൂഹത്തിൽ നിന്നും ഒറ്റപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് ഈഴവ സമുദായത്തെ കൊണ്ടുവന്നെത്തിച്ചിരിക്കുന്നു. അതാണ് വെള്ളാപ്പള്ളി ഈഴവ സമുദായത്തോട് ചെയ്തിരിക്കുന്ന ഏറ്റവും വലിയ ദ്രോഹം. അപ്പോൾ എന്താണ് സമുദായത്തിനകത്തു നിന്നും ശക്തമായ ശബ്ദം ഉയരാത്തത് എന്നൊരു ചോദ്യം കൂടി ഉണ്ടല്ലോ ശ്രീ CK വിദ്യാസാഗർ. ഇപ്പോൾ മൈക്രോ ഫിനാൻസ് കേസ്, അത് താങ്കൾ പറഞ്ഞതുപോലെ ഇതിങ്ങനെ മുന്നോട്ട് പോകുന്നു, ചോദിക്കുമ്പോൾ അന്വേഷണം നീങ്ങുകയാണെന്ന് പറയും, പക്ഷേ അത് അതിന്റെ അന്തിമ രൂപത്തിലേക്ക് അത് എത്തുന്നില്ല. പിന്നെ ഈ SNDP ഓഫീസിൽ തന്നെ ആത്മഹത്യ ചെയ്തല്ലോ ഒരാൾ, മഹേഷ് എന്നൊരു വ്യക്തി. അദ്ദേഹം ആത്മഹത്യാ കുറിപ്പിൽ എഴുതി വെച്ച കാര്യങ്ങളൊക്കെ അന്ന് ചർച്ചയായതാണ്. ഇപ്പോൾ അതെല്ലാം സ്വാഹ, എല്ലാം ഇപ്പോൾ അത് മാഞ്ഞു പോയിരിക്കുന്നു, മറന്നു പോയിരിക്കുന്നു. അതെന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? ഇതെല്ലാം കോൾഡ് സ്റ്റോറേജിലാക്കുവാനായിട്ട്, അല്ലെങ്കിൽ കോൾഡ് സ്റ്റോറേജിൽ നിന്ന് പുറത്തെടുക്കപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള തന്ത്രമാണ് ഈ മാരീച വേഷത്തിൽ വെള്ളാപ്പള്ളി നടേശൻ LDFിനോടും കളിച്ചുകൊണ്ടിരിക്കുന്നത്, അതുപോലെ തന്നെ BJPയോടും കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഡിവൈഡ് ഉണ്ടാക്കിയാൽ കുറച്ച് പേരെ BJPക്ക് ചേർത്ത് കൊടുക്കാം മകന് സഹായം. പക്ഷേ അടുത്ത തവണയും പിണറായി വിജയൻ തന്നെ മുഖ്യമന്ത്രിയാകണം, LDF വളരെ മെച്ചപ്പെട്ടിരിക്കുന്നു എന്ന് ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ തനിക്കെതിരെയുള്ള കേസുകളെല്ലാം ഈ ശീതീകരണിയിൽ എത്ര കൊല്ലമായിട്ടിരിക്കുന്നു എന്നറിയാമോ, ശീതീകരണിയിൽ തന്നെ ഇരുന്നു കൊള്ളും എന്ന് അദ്ദേഹത്തിനറിയാം. അങ്ങനെ ഒരു വെടിക്ക് 2 പക്ഷിയല്ല 3 പക്ഷിയെ തന്നെ ഉന്നം വെച്ചുകൊണ്ടാണ് അദ്ദേഹം ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.